കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബിജെപിയിൽ ചേർന്നു. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അശോക് ചവാന്റെ ബിജെപി പ്രവേശം. പ്രേംലാൽ കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രേംലാൽ, വിശദാംശങ്ങൾ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ ബിജെപിയിൽ ചേർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയും ചേർന്നാണ് ഇന്ന് അശോക് ചവാനെ ബിജെപി ആസ്ഥാനത്ത് സ്വാഗതം ചെയ്തത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച അശോക് ചവാൻ ബിജെപി പ്രതിനിധിയായി നാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ പ്രചോദനമെന്നാണ് ബിജെപിയിൽ ചേർന്ന ശേഷം അശോക് ചവാന്റെ ആദ്യ പ്രതികരണം. ഇതൊരു പുതിയ തുടക്കമാണെന്നും ചവാൻ പറയുന്നു. അതേസമയം അശോക് ചവാനെ പിന്തുണയ്ക്കുന്ന കൂടുതൽ കോൺഗ്രസ് MLA-മാർ വരും ദിവസങ്ങളിൽ ബിജെപിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും മഹാരാഷ്ട്രയിൽ സജീവമാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് MLA-മാരുടെ വലിയ തോതിലുള്ള കൂറുമാറ്റത്തിന് ചവാന്റെ രാജി കാരണമായേക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചൂടൻ ചർച്ച. ആദർശ അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന ചവാൻ MLA-മാരുടെ വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ്. പാർട്ടിയിൽ തന്റേതായ ഒരു വിശ്വസ്തരുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ തീരുമാനം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്ഥിതി വിലയിരുത്തുന്നതിനായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം മിലിന്ദ് ദേവരയ്ക്കും ബാബ സിദ്ദിഖിന് പിന്നാലെ മൂന്നാമത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് പാർട്ടി വിടുന്നത്. ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പൊതുതെരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുന്നത് ചവാന്റെ കൂറുമാറ്റം. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ SP ചവാന്റെ മകനും PCC മുൻ അധ്യക്ഷനുമാണ് ഇദ്ദേഹം. MLA ആയ അദ്ദേഹം PCC അധ്യക്ഷൻ രാജിക്കത്ത് കൈമാറിയ ശേഷമാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയ ശേഷമാണ് ഇന്ന് ബിജെപിയിൽ ചേർന്നത്. കാവ്യ. ശരി, പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.